ഓക്കെ, ഹരിമോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടഞ്ഞ അച്ഛനെ മർദ്ദിച്ച മകൻ. കുന്നംകുളം സ്വദേശി സൈമണിനെയാണ് മകൻ ജോബി മർദ്ദിച്ചത്. ഇന്ന് രാവിലെ ലഹരി വിൽപ്പന തടഞ്ഞതിന് പിന്നാലെയാണ് മർദ്ദനമുണ്ടായത്. കഴിഞ്ഞ ദിവസം 600 പാക്കറ്റ് ഹാൻസുമായി ജോബി പോലീസിന് പിടിയിലായിരുന്നു. ഷാബാസ് അഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ്, എന്താണ് സംഭവിച്ചത്? ആര്യ, വളരെ ദാരുണമായൊരു സംഭവമാണ്. ലഹരി വിൽപ്പന തടഞ്ഞതിന് അച്ഛനെ മകൻ മർദ്ദിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. കുന്നംകുളത്താണ് സംഭവം നടക്കുന്നത്. കുന്നംകുളം സ്വദേശി സൈമണിനെയാണ് മകൻ ജോബി മർദ്ദിച്ചിരിക്കുന്നത്. ഈ ജോബി എന്ന് പറയുന്ന മകൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളുമൊക്കെ നിരന്തരം വിൽപ്പന നടത്തുന്നയാളാണ്. കഴിഞ്ഞ ദിവസം ഈ 600 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നവുമായി പോലീസ് ഈ ജോബിയെ പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ ഈ അച്ഛനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ഈ ജോബി ലഹരി വസ്തുക്കളുമായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അച്ഛൻ സൈമൺ ഈ ജോബിയെ ഉപദേശിക്കുകയും പിന്നീട് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് തടയുകയും ചെയ്തത്. അതിന്റെ ദേഷ്യത്തിലാണ് അച്ഛനെ മകൻ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അച്ഛൻ ഇപ്പോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു ദാരുണമായ സംഭവമാണ്. ലഹരി വിൽപ്പന തുടർച്ചയായി നടത്തുന്നത് തടഞ്ഞ അച്ഛനെയാണ് മകൻ മർദ്ദിച്ചിരിക്കുന്നത്. ആര്യ, യെസ്, അതാണ് ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി വിൽപ്പന തടഞ്ഞതിനാണ് ഒരു അച്ഛനെ സ്വന്തം മകൻ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വാർത്ത